ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. എല്ലാവർക്കും എന്നും സുഖമായും സന്തോഷത്തോടു കൂടിയും ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെൻസസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏത് ദിവസമാണ് സ്ത്രീകളിൽ ഗർഭധാരണ സാധ്യത ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി ഫിസിക്കൽ കോൺടാക്റ്റിൽ ഏർപ്പെടേണ്ടത് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടറാണ്. മാത്രമല്ല, നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം ഓക്കെയാണ്, അതായത് ഹസ്ബൻഡിനും വൈഫിനും യാതൊരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഒരു റിപ്പോർട്ടിലും കാണിക്കുന്നില്ല എങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് കൺഫേം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഫിസിക്കൽ കോൺടാക്റ്റിൽ ഏർപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് ഉറപ്പുവരുത്തിയാൽ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രഗ്നൻസിക്ക് ഒന്നും നോക്കുന്നില്ല, നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡും അല്ല എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങളിൽ ഗർഭധാരണ സാധ്യതയുള്ള ദിവസം മനസ്സിലാക്കി വെക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി നിങ്ങളിൽ പോസിറ്റീവ് ആകാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് സ്ത്രീകളിലെ ഓവുലേഷൻ നടക്കുന്ന സമയമാണ്, അതായത് അണ്ടവിസർജനം നടക്കുന്ന സമയം. ഈ ഒരു സമയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ റെഗുലറായിട്ട് 28 ഡേയ്സ് കൂടുമ്പോഴാണ് പീരിയഡ്സ് കിട്ടുന്നത് എങ്കിൽ ഏകദേശം ഒരു 14ാമത്തെ ദിവസമായിരിക്കും നിങ്ങളിൽ അണ്ടവിസർജനം അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നത്. സ്ത്രീകളുടെ ഓവറിയിൽ നിന്ന് എഗ്ഗ് അല്ലെങ്കിൽ അണ്ടം പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ത്രീകളുടെ ഓവറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അണ്ടത്തിന് ഒരു നിശ്ചിത ആയുസ് ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം ഒരു 12 to 24 hours മാക്സിമം സ്ത്രീകളുടെ ശരീരത്തിൽ ഈ ഒരു അണ്ടത്തിൻ്റെ സാന്നിധ്യം കാണാവുന്നതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ബീജത്തിനുമുണ്ട് ഇങ്ങനെ ഒരു ആയുസ്. ഏകദേശം ഒരു 3 to 6 days ഈ ഒരു ബീജത്തിനും നിലനിൽപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു എഗ്ഗ് മെച്യൂർഡായി റിലീസ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ അവിടെ പുരുഷന്മാരുടെ സ്പേമുമായിട്ട് കൂടിച്ചേർന്ന് ബീജസങ്കലനം നടന്നാൽ മാത്രമാണ് അവിടെ ഒരു പ്രഗ്നൻസി പോസിബിൾ ആകുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഓവുലേഷൻ്റെ മനസ്സിലാക്കി കോണ്ടാക്ട് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങളൊരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷന് ഒരു 3 to 4 days മുന്നേ തന്നെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം വരെയും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ മാസം 1-ാം തീയതിയാണ് പീരിയഡ്സ് കിട്ടുന്നത് എങ്കിൽ, അതായത് പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ കണക്കാക്കുന്നത്. അതുമുതൽ 28 ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് പീരിയഡ്സ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് 14-ാം തീയതി ആയിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മോസ്റ്റ് ഫെർട്ടൈൽ ഡേയ്സ് എന്ന് പറയുന്നത് ഒരു 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ദിവസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ ഒന്നിടവിട്ടെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റെഗുലറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്നാലും ഒട്ടും പറ്റിയില്ലെങ്കിലും ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. 14-ാം തീയതി അല്ലെങ്കിൽ 14ാമത്തെ ദിവസം നിങ്ങൾ മിസ്സാവാതെ കോണ്ടാക്ട് ചെയ്യാനൊന്ന് പ്ലാൻ ചെയ്യുക. ഇനി നിങ്ങൾ പ്രഗ്നൻസിക്ക് ഒന്നും പ്രിപ്പയർഡ് അല്ല, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഈ ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഓവുലേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സ്ത്രീകളിൽ ഗർഭധാരണ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് സ്ത്രീകളിൽ അണ്ടം പുറത്തേക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള ഫെർട്ടിലിറ്റി ടിപ്സ് ഇനിയും ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.